ശബരിമലയിലെ പഴയ കൊടിമരം പൊളിച്ചപ്പോൾ വാജിവാഹനം കണ്ഠര് രാജീവർക്ക് കൈമാറിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും ചേർന്ന്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. വാജിവാഹനം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. 2017 ഫെബ്രുവരി 19 വാജിവാഹനം കൈമാറിയത്. ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത് UDF നിയമിച്ച ദേവസ്വം ഭരണസമിതി. അതേസമയം കൊടിമരത്തിലുണ്ടായിരുന്ന ഇപ്പോൾ കാണാനില്ലാത്ത അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് എടുത്തുമാറ്റുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. സ്വർണം പൊതിഞ്ഞ പഴയ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ച് ദ്രവിച്ചെന്ന് പറഞ്ഞാണ് പുതിയത് വൻതുക ചെലവഴിച്ച് നിർമ്മിച്ചത്. എന്നാൽ പഴയ കൊടിമരത്തിന്റെ അടിഭാഗത്തിന് ഒരു കുഴപ്പവുമില്ലെന്ന് കൊടിമരം പൊളിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാര്യമായൊരു പ്രശ്നവുമില്ലാത്ത കൊടിമരം മാറ്റിയതിനു പിന്നിൽ അതിലെ സ്വർണവും വാജിവാഹനവും അഷ്ടദിക്പാലക വിഗ്രഹങ്ങളും ലക്ഷ്യം വെച്ചാണോ എന്ന സംശയമുയരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. TV പ്രസാദ് ഉണ്ട് വളരെ നിർണായകമായ വിവരങ്ങളുമായി. കൊടിമരത്തിന്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ആണെന്നിരിക്കെ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചു എന്ന് 2017 എന്തിനാണ് അന്ന് തീരുമാനമെടുത്തത്? UDF നിയമിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് അന്ന് കൊടിമരം മാറ്റുന്ന സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത്. കൊടിമരത്തിന്റെ ചുവട് ദൃശ്യങ്ങൾ കാണാം. കൊടിമരത്തിന്റെ ചുവട്, കോൺക്രീറ്റ് ചെയ്ത ഈ കൊടിമരത്തിന്റെ ചുവട് എങ്ങനെയാണ് ചിതലിരിക്കുന്നത്? ഇത് വാജിവാഹനവും അഷ്ടദിക്പാലകരും. ഈ അഷ്ടദിക്പാലകർ എവിടെ? ഇത് കൊടിമരത്തിന്റെ അടിഭാഗം. ഈ അടിഭാഗം ചിതലിരിക്കുന്നത് ഇത് വാജിവാഹനം. ഇപ്പോൾ അജയ് തറയിൽ രാജീവ് കണ്ഠർക്ക് കൊടുക്കുന്നത് ഈ വാജിവാഹനം. ഇതാണ് അഷ്ടദിക്പാലകർ. UDF നിയമിച്ച ദേവസ്വം ബോർഡിന്റെ കാലത്ത് അഷ്ടദിക്പാലകരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. വാജിവാഹനം തന്ത്രി രാജീവ് കണ്ഠർക്ക് കൊടുക്കുന്നുണ്ട്. എവിടെ അഷ്ടദിക്പാലകർ എന്ന ചോദ്യം. തന്ത്രി രാജീവ് കണ്ഠർക്ക് കൊടുത്ത വാജിവാഹനം ഇപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കൊടിമരത്തിന്റെ അടിവശം കോൺക്രീറ്റ് പൂശിയതാണെന്നിരിക്കെ അതിൽ ചിതലരിച്ചുവെന്ന് പറഞ്ഞ് കൊടിമരത്തിൽ സ്വർണം പൂശാനുള്ള നീക്കം നടത്തിയത് എന്തിനാണ്? കൊടിമരത്തിലെയും അഷ്ടദിക്പാലകരെയും വാജിവാഹനത്തെയും ലക്ഷ്യം വെച്ചാണോ ഇങ്ങനെയൊരു നിർമ്മാണ പ്രവൃത്തി 2017 UDF നിയമിച്ച ഭരണസമിതി നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഇതിപ്പോൾ LDF എന്നതുപോലെ UDF കുരുക്കായിട്ട് മാറുമോ? 2017 ഈ അഷ്ടദിക്പാലകരെ മാറ്റുമ്പോൾ, വാജിവാഹനം മാറ്റുമ്പോൾ, കൊടിമരം സ്വർണം പൂശുമ്പോൾ അതിന് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞാണ് അത് ചെയ്തത് എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? SIT ഈ കൊടിമരം മാറ്റിയതിലും ഈ വാജിവാഹനം മാറ്റിയതിലും അഷ്ടദിക്പാലകരെ മാറ്റിയതിലേക്കും അന്വേഷണം നീട്ടുകയാണോ TV പ്രസാദ്? ഉറപ്പായും അരുൺ, നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിൽ നടന്നിരിക്കുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയോ കട്ടിളപ്പടിയിലെയോ സ്വർണ്ണ മോഷണം മാത്രമല്ല അരുൺ. ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്ന് നമുക്ക് പറയാം. ഇതിൽ CPIM എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല, ആരുടെ കാലയളവ് എന്ന് വ്യത്യാസമില്ല. കാരണം ഈ കൊടിമരം നിർമ്മിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. അങ്ങനെ തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുന്ന സമയത്താവുമ്പോഴേക്ക് 2016 LDF വന്നെങ്കിൽ കൂടി 2017 ജൂൺ മാസത്തിലാണ് ഈ കൊടിമരം മാറ്റുന്നത്. ആ മാറ്റുന്ന സമയമാകുമ്പോഴേക്ക് നിലവിലുള്ളത് അന്നേരം ഉള്ളത് LDF സർക്കാരാണെങ്കിലും അന്ന് അവിടെ ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിന്റെയും നേതൃത്വത്തിലുള്ള UDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് തോന്നുന്നു അരുൺ. മറ്റു തരത്തിൽ നോക്കിയാൽ, അതായത് ഒരുപാട് കാലങ്ങളായി ശബരിമലയിൽ ദുരൂഹമായി ഒരുപാട് ഇടപാടുകൾ നടന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നത്. നമുക്ക് ഈ കൊടിമരത്തിലേക്ക് തിരിച്ചു വന്നാൽ അരുണ് പറഞ്ഞതുപോലെ ഈ കാര്യമടക്കം അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിഗണനയിലേക്ക് വരികയാണ്. അരുൺ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നേരത്തെ തന്നെ ഈ വാജിവാഹനത്തിൻ്റെ കാര്യവും അഷ്ടദിക്പാലകരുടെ കാര്യവും കൊടിമരത്തിൻ്റെ കാര്യവും അവിടുത്തെ മണിയുടെ കാര്യവും അതെല്ലാം പ്രേക്ഷകരുടെ മുന്നിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ടർ തുടർച്ചയായി എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഇമ്പാക്റ്റ് കൂടിയാണ് ഈ അന്വേഷണം എന്നുള്ളതാണ്. കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ കട്ടിളപ്പാടിയിലെ സ്വർണവും പോയി എന്ന് മഹസർ സഹിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് മഹസറിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത് തന്നെ. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ കൊടിമരത്തിലെ ദുരൂഹതയും അരുൺ. കാരണം അത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. 2014, 15, 16 സമയത്തൊക്കെയാണ് ആ കാലഘട്ടത്തിലാണ് കൊടിമരം മാറ്റുന്നതിനെ കുറിച്ചുള്ള സജീവമായ ചർച്ച നടക്കുന്നതും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് അരുൺ. ആ സമയത്ത് ഒരു ദേവപ്രശ്നത്തിൽ പെട്ടെന്ന് പറയുകയാണ് ഇതിൻ്റെ അടിഭാഗം ചെതലരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് കൊടിമരം മാറ്റണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അന്ന് അവിടെ പഴയ കൊടിമരം സ്ഥാപിക്കുന്ന സമയത്ത് 1970-കളിലാണ്
മുകളിലാണ് ആ കൊടിമരം സ്ഥാപിച്ചത്. അന്ന് സ്വർണം പൊതിഞ്ഞു തന്നെ വളരെ ഭംഗിയായി ഉണ്ടാക്കിയ കൊടിമരമായിരുന്നു. അതിന്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ആണെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞത്. പക്ഷേ അയാളെ പിന്നീട് നിശബ്ദനാക്കുകയും ചെയ്തു. അന്ന് കൊടിമരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം, താഴെ ഉണ്ടായിരുന്ന അഷ്ടദിക്പാലകർ, കൊടിമരത്തെ പറയായി പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ, അതെല്ലാം വളരെ നന്നായിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു ദേവപ്രശ്നത്തിലൂടെ ആ കൊടിമരം മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ കൊടിമരം മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടറിന് കിട്ടിയിരിക്കുന്നത്. 2017 ഫെബ്രുവരി മാസം 19-ാം തീയതി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ഇപ്പോൾ നിര്യാതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ, അതുപോലെ കോൺഗ്രസിന്റെ നേതാവ് അജയ് തറയിൽ, ഇവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് കൊടിമരം അഴിക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന വാജിവാഹനം പുരാതന വാല്യൂ കണക്ക് കൂട്ടിയാൽ കോടികൾ വിലമതിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാം പറയുന്നത്. ആ വാജിവാഹനം കണ്ഠരര് രാജീവർക്ക് കൈമാറുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുണ, വാജിവാഹനം നോക്കിയാൽ അറിയാം, ആ വാജിവാഹനത്തിന് പ്രത്യേകം ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിനാണ് പഴയ വാജിവാഹനം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ പുതിയ വാജിവാഹനം കൊണ്ടുവന്നത് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. തീർന്നില്ല അരുൺ. ഇന്നും എവിടെയാണെന്ന് കാണാത്ത അഷ്ടദിക്പാലകരെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളും നമുക്ക് 2019 കാര്യങ്ങളും എന്താണെന്ന് പ്രേക്ഷകർ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ വാജിവാഹനം എന്നുള്ളത് ഈ ഹരിവരാസനത്തിലായിരിക്കും പ്രേക്ഷകർ ഈ വാജിവാഹനം എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവുക. വാജി എന്നാൽ കുതിരയുടെ പുറത്താണ് അയ്യപ്പന്റെ സഞ്ചാരം. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് അയ്യപ്പന്റെ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ ഉത്തരം പറയുക പുലിയാണ് അയ്യപ്പന്റെ വാഹനം എന്നാണ്. അങ്ങനെയല്ല, അതൊരു കഥയിലെ ഒരു ഭാഗം മാത്രമാണ്. അയ്യപ്പന്റെ വാഹനം യഥാർത്ഥത്തിൽ കുതിരയാണ്. അപ്പോൾ അയ്യപ്പന്റെ വാഹനമായ വാജിവാഹനം കൊടിമരത്തിന്റെ മുകളിലാണ് സ്ഥാപിച്ചിരുന്നത്. കൊടിമരത്തിൽ ഈ വാജിവാഹനം സ്വർണം പൂശിയത് കൂടിയാണ്. 11 കിലോഗ്രാമോളം ഭാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ഈ വാജിവാഹനം അത് പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ചതൊന്നുമല്ല, എങ്കിൽ പോലും പഞ്ചലോഹമോറ്റോ ആണെന്ന് തോന്നുന്നു, അതോ പിത്തളയാണോ എന്ന് സംശയമുണ്ട്. അതെന്താണെങ്കിലും ഈ വാജിവാഹനത്തിലാണ് അയ്യപ്പൻ ഉത്സവ സമയത്ത് കൊടിയേറ്റ് കഴിഞ്ഞാൽ ആറാട്ട് വരെയുള്ള സമയത്ത് ഇരിക്കുന്നത് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ദൈവം അവിടെയുണ്ട് എന്ന് കരുതുന്ന ഏറ്റവും പരമപവിത്രമായ വാജിവാഹനം അതൊരു വിഗ്രഹത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ്. ഇത് ഇങ്ങനെ വിഗ്രഹത്തിന്റെ സ്വഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു ഉരുപ്പടി ക്ഷേത്രത്തിൽ നാശം വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഊരായ്മ ഉള്ള വിഭാഗത്തിന് കൊടുക്കേണ്ടതാണ്. ഊരായ്മ ആർക്കാണ്? ഇവിടെ ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ട, തിരുവാഭരണത്തിന്റെ ഭാഗമായി തന്നെ സൂക്ഷിച്ചു വെക്കേണ്ട ഈ വാജിവാഹനം പക്ഷേ തന്ത്രി രാജീവ് കണ്ഠരുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുന്നു. പക്ഷെ അതിനോടൊപ്പമുള്ള അഷ്ടദിക്പാലകർ ഇവിടെ എന്നുള്ളതാണ് ചോദ്യം. അഷ്ടദിക്പാലകർ ഇപ്പോഴും കാണാനില്ല. ടി വി പ്രസാദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാജിവാഹനം തന്റെ കയ്യിലുണ്ടെന്ന് വിവാദമുണ്ടായതിനു ശേഷം രാജീവ് കണ്ഠർ പറഞ്ഞു. ഇപ്പോൾ SIT രാജീവ് കണ്ഠരുടെ വീട്ടിൽ നിന്ന് ഈ വാജിവാഹനം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതല്ലേ, അഷ്ടദിക്പാലകരെവിടെ? അതിന് മറുപടി കോൺഗ്രസ് നേതാവായ അജയ് തറയിലും അന്നത്തെ ദേവസ്വം ബോർഡും പറയേണ്ടതല്ലേ. പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവനോടെ ഇരിപ്പില്ലെങ്കിൽ കൂടി. ഉറപ്പായും അരുൺ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ വാജിവാഹനം തിരിച്ചേൽപ്പിക്കാം എന്ന് പറഞ്ഞത് ഈ വിവാദമുണ്ടായതിനു ശേഷമാണ് കണ്ഠരര് രാജീവർ. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം വീട്ടിൽ പരിശോധന നടത്തി അത് എന്തായാലും കൈക്കലാക്കിയിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിലേക്ക് അത് വന്നിട്ടുമുണ്ട്. രണ്ടാമത്തേത് അരുൺ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു മാറ്റുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. എടുത്തു മാറ്റുന്ന അഷ്ടദിക്പാലകർ അതെങ്ങോട്ടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. കഴിഞ്ഞ തിരുവാഭരണം കമ്മീഷണർമാരോട് ചോദിച്ചപ്പോൾ സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു സാധനം ഉള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല അരുൺ. ആ അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അത് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം അത് വർഷങ്ങളോളം പഴക്കമുള്ള കോടികൾ പുരാതന മൂല്യമുള്ളതാണ്. അത് എന്തിനാണ് ഒരു പ്രശ്നവുമില്ലാതെ മാറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അരുൺ. ആ വാജിവാഹനം മാറ്റിയതുപോലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അഷ്ടദിക്പാലകരെ എന്തിനാണ് മാറ്റിയത്? തീർന്നില്ല അരുൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ച് നശിച്ചു എന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞ് പിന്നീട് കൊടിമരത്തിന്റെ പറകൾ ഒന്നൊന്നായി പൊളിച്ച് താഴേക്കെത്തുമ്പോഴാണ് അറിയുന്നത് ഒരു ചെതലും മരിച്ചിട്ടില്ല.